നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു മീനുകളും ഇല്ല. കാത്തിരുന്ന ഏപ്രിൽ 30 വൈകിട്ട് പലരും ചോദിക്കാറുണ്ട് നമ്മളെന്താ ചെറുമീനൊന്നും ഉപയോഗിക്കാത്ത. മനസ്സിനൊരു താല്പര്യം ഇല്ലാന്ന് എപ്പോഴും പറയും. ആ പരിപാടിക്ക് അവര് വന്നില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ഇപ്പൊ മാർക്കറ്റിലില്ലേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു മീനുകളും ഇല്ല. ചാള, അയിലയും വേളൂരിയും ഒക്കെ ഉണ്ടെന്ന് അപ്പൊ പറയും. ചെമ്മീനും ഉണ്ടെന്ന് പറയും. അടുപ്പിച്ച് ചെമ്മീൻ മേടിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. അടുപ്പിച്ച് ചെമ്മീൻ സുഖമില്ല, വയറിനൊക്കെ ശരിയാവൂല അത് കഴിച്ചാ. അപ്പൊ 2-3 പ്രാവശ്യമായിട്ട് ഇപ്പൊ ചാളയെ കൊണ്ടുപോകാൻ, ചാള പറ്റിച്ചതുകൂടി ഇരിപ്പുണ്ട് കലത്തില്. പറ്റിയിരിക്കുക, ഇന്നലെ വെച്ചതായതുകൊണ്ട് ചാള പറ്റി. പറ്റിയിരിക്കുകയാണെങ്കിൽ ഒന്ന് കാണിച്ചേക്കാം. സാധാരണ പറ്റിയിരിക്കണില്ല എന്നും പറഞ്ഞ് എല്ലാവരും ഇച്ചിരി ചാറുണ്ട് കംപ്ലൈന്റ് പറയാറുണ്ട്. ഇത് നെയ്യാട്ടോ, ചാളയ്ക്ക് നെയ്യുള്ള സമയം. ഇപ്പൊ ഞാൻ ഓർത്തേ കുറച്ച് ചാള, ഒരു 5-8 ചാള വെട്ടി അരപ്പ് വെട്ടി അത് ഒന്ന് വറക്കാന്ന് കരുതി. ഞങ്ങള് പറയണ ചാളയെന്നാണ്, ഇതിന് മത്തിന്നും പറയും. പലരും പല പേരിൽ അറിയപ്പെടണം. നമ്മള് ചാളയെന്നാ പറയണേ. അപ്പൊ അതിന് ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൺകലത്തിലേക്ക് ഇട്ട്, മൺചട്ടിയിലേക്ക് ഇട്ട് തിരുമ്മി വെച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തൊരു അരമണിക്കൂർ, 20 മിനിറ്റെങ്കിലും ഇരിക്കണം. നമുക്ക് അരമണിക്കൂർ വെച്ചാൽ 10:30 കഴിഞ്ഞോളൂ. അപ്പൊ പിന്നെ സമയമുണ്ടല്ലോ ഉച്ചയാവാൻ. അപ്പൊ അങ്ങനെ ഇരുന്ന് വെച്ച് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ചാള ഫ്രൈ അല്ലെങ്കിൽ മത്തി ഫ്രൈ ഇല്ലേ? നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾക്കൊക്കെ മീൻ കിട്ടാറുണ്ടോ? കാത്തിരുന്ന ഏപ്രിൽ 30 വൈകിട്ട് ഒരു ചെറിയ ചാറ്റൽ മഴ കിട്ടി. അപ്പൊ ഇന്നലെ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇന്ന് മെയ് ഡേ ആണ്, അതുകൊണ്ട് ഇവക്ക് ഹോളിഡേ ആണ്. അപ്പൊ ഇവിടെ ഉണ്ട്. രാവിലെ ഞങ്ങള് ചടപട എന്നോരോ പരിപാടികളാണ്. അപ്പൊ എല്ലാവരും ഒക്കെ ഉച്ചത്തേക്കുള്ള രാവിലത്തെ കഴിഞ്ഞിട്ട് പരിപാടിയായിരിക്കും. ഞങ്ങൾക്ക് മഴയൊന്ന് കിട്ടിയത് കൊണ്ട് നേരിയ ഒരു ശമനം. പക്ഷെ കാലത്തെ ചൂടുണ്ട്. ഫാൻ ഓണല്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഓക്കെ, അതിനൊരു കുറവില്ല. അതിന് കുറവ് വേണ്ടല്ലോ. ചാളയെ പണ്ട് പലരും ചോദിക്കാറുണ്ട് നമ്മളെന്താ ചെറുമീനൊന്നും ഉപയോഗിക്കാത്ത. ഇഷ്ടം പോലെ ഉപയോഗിക്കാറുണ്ട്. വേളൂരി, നന്ദൻ ഒക്കെ ഇഷ്ടം, കൊഴുവ ഒക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അത് അന്നേരം ചിലപ്പോ കാണിക്കാൻ പറ്റൂല. വർക്കിംഗ് ഡേയിലൊക്കെ ആണെങ്കിൽ ഞാനതൊക്കെ ഉണ്ടാക്കി വെക്കൂല. അതുകൊണ്ടാ എരിവ് മുളക് പൊടി കേട്ടോ, ഇച്ചിരി പിരിയമുളക് പൊടി ചേർത്തേക്കാം സ്വല്പം. ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ എനിക്കൊരു കളറിന്റെ ഇതിനൊക്കെ വേണ്ടി ഞാനത് ചെയ്യണതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പൊ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മേടിച്ചു വെച്ചേക്കണതാട്ടോ. സെപ്പറേറ്റാ, രണ്ടും സെപ്പറേറ്റ്. അത് വരുമ്പോ ഒരു പ്രത്യേക സ്വാദാട്ടോ. ഇഞ്ചി ഇച്ചിരി അധികം ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി കേട്ടോ, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി. ഷൈനി സുരേഷ് ആണെന്ന് തോന്നണു, നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാ. ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പറമ്പൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ കുരുമുളകിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കുരുമുളക് ഒരു 100 ചൂടോളം നട്ട് ഇവിടെ കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ടായതാ വർഷങ്ങൾ മുമ്പ്. ഹസ്ബൻഡ് നഴ്സറിയിൽ നിന്ന് തണ്ട് മേടിച്ച് നട്ട് നനച്ച് ശരിയാക്കിയതാ. പക്ഷെ ദ്രുതവാട്ടം വന്ന് പോയി. അത് കാരണം പിന്നെ അത് നടാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു താല്പര്യം ഇല്ലാന്ന് എപ്പോഴും പറയും. അപ്പൊ ഈ മാവേലൊക്കെ കുറച്ച് കുരുമുളകുണ്ട്, പ്ലാവേലും കയറി കിടപ്പുണ്ട്. അപ്പൊ അത്യാവശ്യം ഇവിടെ ഉള്ളതിന് കിട്ടും. മറ്റേ വിൽക്കാൻ വരെ നമുക്ക് കുരുമുളക് ഉണ്ടായതാ. പിന്നെ ഇപ്പൊ അത് പറിക്കാനൊന്നും ആളില്ല. അല്ല, ദ്രുതവാട്ടം ഒരു കാര്യമുണ്ട്. 1-2 മരത്തിലേക്കാണെങ്കിൽ നമുക്ക് തന്നെ കൈകാര്യം ചെയ്തെടുക്കാം. ഇപ്പൊ ഒന്നിനും ഞങ്ങൾക്ക് ആളില്ല, ഇവിടെ ആളില്ല. പിന്നെ ആളെ കിട്ടും. ഈ ബംഗാളികളുണ്ട്, പക്ഷെ അവരെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ അവര് ഇതുവരെ നമുക്കൊരു പരിചയം വേണമല്ലോ. അതെ, അതുകൊണ്ടൊരു മടി. പിന്നെ ഈ കെട്ടിടം പണിക്കും മതിൽ പണിക്കും ഒക്കെ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചുകൊണ്ട് അവര് ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് പണിക്ക്. അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, നമുക്ക് വകുപ്പല്ലല്ലോ. അപ്പൊ ഇനിയിപ്പൊ മലയാളികൾ അങ്ങനെ ഇല്ലാത്ത കാരണം ഒരു പുള്ളിക്കാരൻ വന്നതായിരുന്നു. അപ്പൊ അതിനിപ്പൊ നടുവേദന. എന്നാൽ അപ്പൊ ചോദിച്ചു വാഴ പിരിക്കാനൊന്ന് വരാവോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ഹിറ്റാച്ചും കൊണ്ട് കുഴി കുത്താം, എന്നിട്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ മീൻസ് വാഴ കുഴിയിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് പോണ. നോക്കട്ടെ ചേട്ടാ, കാലത്തെ ഒന്നും വരാൻ പറ്റൂല, ഒരു 10 മണിയായിട്ട് വേണമെങ്കിൽ വന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞു ആ ജോർജ് ഊട്ടി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ പണിക്കാരെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബംഗാളികളെ കിട്ടും. അത് നമുക്കൊരു മെരിങ്ങില്ലാത്തോണ്ട് ഇന്നാളെ ഒരു ആവശ്യത്തിന് ചോദിച്ചത്. അപ്പൊ ആ പരിപാടിക്ക് അവര് വന്നില്ല എന്ന് പറഞ്ഞു, ചാണകം ഇറക്കാൻ. അപ്പൊ ഇത് തിരുമ്മി വെക്കാന്നാ. സ്വല്പം വെള്ളം ഇച്ചിരി നാരങ്ങ സിറപ്പ് ചേർക്കണം. ഞാൻ എടുത്തോണ്ട് വരാട്ടോ, കുപ്പിയില് ഫ്രിഡ്ജിലിരിക്കണം.
ഇച്ചിരി സിറപ്പ്. ഫ്രഷ് ജ്യൂസ് ചേർക്കണം നല്ലതാ, പക്ഷെ ഫ്രഷ് എപ്പോഴും കിട്ടാനുള്ള ഇതുകൊണ്ട് നമ്മൾ ഇത് എവിടെ നിന്നായിരുന്നു ലുലുവിലൊക്കെ ഇഷ്ടം പോലെ ഇത് മേടിച്ചോണ്ട് വന്നേക്കണം കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാറുമുണ്ട്. ഈ ഇങ്ങനത്തെ മൺചട്ടി ചീനച്ചട്ടി ഒക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കയറി നോക്കാൻ പറ്റും. നമ്മളിത് പുറത്തുനിന്ന് എവിടെ നിന്നോ മേടിച്ചതാ അല്ലേ? പുറത്തുനിന്നാ നമ്മള് സാധാരണ മേടിക്കണ പുതിയ കാവ്, പിന്നെ കരിങ്ങാച്ചിറ, പിന്നെ പരിമല കാറിനോട് പോകുമ്പോ പരിമലയിൽ അവിടെ സ്ഥിരമായിട്ടൊരു കടയുണ്ട്. ആ കടയിൽ ഏത് മോഡൽ വേണമെങ്കിലും കിട്ടും. ആ മെയിൻ റോഡ് സൈഡിൽ തന്നെ, മാന്നാറിലല്ല, പരിമല ജംഗ്ഷൻ, പള്ളിയുടെ ജംഗ്ഷനിൽ തന്നെ, നമ്പർ 3 ഗേറ്റിന്റെ അവിടെ കടയായിട്ട് ഇരിക്കുവോ. അപ്പൊ പിന്നെ എപ്പോഴും അവിടെ ഉണ്ട്. അത് കാറിന് പോകുമ്പോഴാട്ടോ ഇങ്ങനെ എടുക്കുള്ളൂ. ഞാൻ ട്രെയിനിൽ കയറി പോകുമ്പോൾ ഒന്നും നടക്കൂല. പിന്നെ കരിങ്ങാശ്രയിൽ മേടിക്കാറുണ്ട്, പാസ്പോർട്ട് ഓഫീസിന്റെ അവിടെ, പള്ളിയുടെ ഇപ്പുറത്തെ സൈഡില്. പിന്നെ നടക്കാവില്ല പുതിയ കാവ്, അപ്പൊ അവിടെ നിന്നൊക്കെ മേടിക്കാറ്. പിന്നെ മാർജിൻ ഫ്രീയിൽ ഒരു പ്രാവശ്യം ഡിസ്പ്ലേ വന്നപ്പോൾ നമ്മൾ പോയത് നമ്മൾ കാണിച്ചായിരുന്നു. പക്ഷെ നമ്മുടെ വലിപ്പത്തിനുള്ള ഒപ്പം ഉള്ളതില്ലായിരുന്നു, ചെറുതില്ലായിരുന്നു. എനിക്ക് ഇതിന്റെ ചെറുതായിരുന്നു വേണ്ടത്. ഈ ഷേപ്പിലുള്ള ഈ വലിപ്പത്തിലുള്ളത് അവിടെ ഇരിപ്പുണ്ട്. അത് ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ സൈസിന് പറ്റിയത് ഇല്ലാഞ്ഞോണ്ട് എടുക്കാതിരുന്നതാണ്. അപ്പൊ തിരുമ്മി വെക്കാം. ഓക്കെ. ചാളക്കുട്ടന്മാർ പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിലെ സൈക്കിൾ വണ്ടി വരുമ്പോഴേക്കും നമ്മള് ചാള മേടിക്കാൻ പോയി നിക്കണത് ഇവിടെ. അതെ, അന്നേരം അയൽവക്കക്കാരും ഒരുപാട് പേര് വരും. അവരോട് കുറെ നേരം വർത്താനം പറയും. അതൊരു അയൽ സംഗമം കൂടിയായിരുന്നു. അത് ഇപ്പൊ ഇതുണ്ട്, ഇപ്പോഴും വണ്ടി എങ്ങനെ വന്നിട്ടുണ്ട്. അന്നേരം പിന്നെ ഇപ്പൊ റിട്ടയർ ചെയ്തിരിക്കുന്നോണ്ട് മാർക്കറ്റിൽ പോയി മേടിക്കണതാ. മീൻ വണ്ടിയും വരും, വെജിറ്റബിൾ വണ്ടിയും വരും. ഈ വെജിറ്റബിൾ ഇതെന്നാന്നറിയാമോ? മീൻ വണ്ടി എല്ലാ ദിവസവും രാവിലെ വരും. 8-8:30 ആകുമ്പോ ഇങ്ങനെ സേറം കേൾപ്പിച്ച് പോകും അവര്. പെട്ടി ഓട്ടോറിക്ഷയുണ്ട്, 2 വീലറും ഉണ്ട്. വെജിറ്റബിൾ വണ്ടി, പെട്ടി ഓട്ടോറിക്ഷ അവരുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ ഒരു ഇന്ന ദിവസമൊന്നുമില്ല, ഏതെങ്കിലും ദിവസങ്ങളിൽ വരും. അപ്പൊ ഇപ്പൊ ആഴ്ചയിൽ ചൊവ്വ അല്ലെങ്കിൽ ബുധൻ, തിങ്കൾ ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ നമ്മളത് പ്ലാൻ ചെയ്ത് വെക്കാം. ഞാനത് കാരണം 1-2 പ്രാവശ്യം വണ്ടി വന്നപ്പോൾ മധുരക്കിഴങ്ങും വടവലങ്ങ ഏതാണ്ടൊക്കെ മേടിച്ചു. പിന്നെ എന്നോട് കൂടെ പറയാം, അത് നോക്കിയിരിക്കേണ്ട കാര്യമില്ല, എല്ലാ ദിവസവും ജംഗ്ഷനിൽ സ്കൂട്ടറും കൊണ്ട് പോണതല്ലേ, ഞാനല്ല കേട്ടോ ഹസ്ബൻഡ് പോണതല്ലേ. അപ്പൊ അന്നേരം പറഞ്ഞാൽ മേടിച്ചോണ്ട് വരാമെന്ന് പറയും. ഫ്രഷായിട്ട് കടകളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ കൊണ്ടുപോകാനുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അവർക്ക് റെഗുലർ ഇന്ന ഡേ എന്നില്ല. മീൻ പിന്നെ എല്ലാ ദിവസവും വരും. അയൽ സംഗമം, അങ്ങനെ അത് ഭയങ്കര നല്ല കാര്യം. എപ്പോഴും എല്ലാവരെയും കാണുക, അറിയുക. ഇപ്പൊ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ പരിസരത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും മേലായിക വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അറിയും. അപ്പൊ നമ്മൾ അവരെ അന്വേഷിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ വരാലോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. അപ്പൊ ന്യൂസുകൾ പാസ് ചെയ്യും നമ്മള്. അത് ഞങ്ങളുടെ ഇവിടെ ഒരു നല്ല ഇതാട്ടോ, എല്ലായിടത്തും ഉണ്ടായിരിക്കും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം. അതിനാ വാക്കാ പറ്റിയത് പറയാം. കുട്ടന്മാരവിടെ ഇരിക്കട്ടെ. നീ ഇന്നാള് പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കും. ഇറച്ചി ഏതാണ്ട് കൊണ്ടപ്പോ റെസ്റ്റ് ഇൻ പീസ്. ഞാൻ എപ്പോഴും ഓർത്തിച്ചിരിക്കാറുണ്ട്. ആയി. ഓക്കെ, നീ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളിത് ചാള വറക്കാൻ വെക്കും കേട്ടോ. കറിവേപ്പില ഇങ്ങനെ ഇട്ട് ശീലിച്ചതിന് ശേഷം ഇപ്പൊ അമ്മ ഇങ്ങനെ പണ്ടിടാറില്ല ഇങ്ങനെ. കുറച്ച് നാളായുള്ളൂ ഞാൻ. ഇതിപ്പോ ഇച്ചിരി ചെറുതാണല്ലോ. അല്ല, ചെറുതൊന്നുമല്ല, പാത്രത്തിൽ ഒതുങ്ങിയപ്പോൾ. എന്നാ കുഴപ്പമില്ല. ഇത് 24 ആണോ അതേന്ന് തോന്നണം. നോക്കി വെച്ച് പറയാട്ടോ, മറന്നുപോയി. ഇത് 24 ആണ്. ഇതിന്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്യാട്ടോ. ഇതും തവയെ അടുത്തടുത്ത് മേടിച്ചതാ. മറ്റേ തവ, ദോശത്തവ. രണ്ടും പ്രസ്റ്റീജ് ആട്ടോ. പ്രസ്റ്റീജ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ പ്രൊമോഷൻ കരുതണ്ട, പൈസ തന്നെ കൊടുത്ത് മേടിച്ചേക്കണതാണ്. അതിന്റെയൊക്കെ ബില്ല് കാണിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ചില സംഗതികളെ ഞാൻ മേടിക്കുമ്പോഴാണ് പറ്റണത് കേട്ടോ, അത് പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മൾ ഫാൻ മേടിച്ചു, ചില സംഗതികൾ മേടിക്കുമ്പോൾ ഓർക്കൂല. വാറണ്ടി കാർഡ് തന്നു, 2500 രൂപ റേറ്റ് സാറേ നപ്പേട് പറഞ്ഞു. അപ്പൊ കാശ് അങ്ങ് കൊടുത്തു. സന്ധിക്കാ പോയത് മേടിക്കാൻ, ബില്ല് ചോദിക്കാൻ വിട്ടുപോയി. രൂപ അങ്ങ് കൊടുത്തു, വാറണ്ടി മേടിച്ചോണ്ട് പോകും. അപ്പൊ വാറണ്ടിയിൽ അഡ്രസ്സ് ഇത് എഴുതുമ്പോ പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ അത് ബില്ല് മേടിക്കേണ്ടതായിരുന്നു. 2500 റേറ്റ് 2400 പറഞ്ഞു. ഫണ്ട് കൂടെ വേണമെങ്കിൽ പറയാം. ഇത് പിന്നെ അങ്ങനെ ഞെരുക്കില്ലാത്തതുകൊണ്ട് മറിച്ചിടാം കേട്ടോ, കുഴപ്പമില്ല. ഈ കറിവേപ്പില അങ്ങനെ കണ്ടിരിക്കണോണ്ടായതോ മറിയാൻ. ഇവിടെ
ഇതൊക്കെ മറിച്ചതാട്ടോ, എന്താ അറിയാലോ. നല്ല നെയ്യുണ്ട് ഇപ്പൊ ഏതായാലും ചാളയ്ക്ക്. ഫൈനൽ ഫോമിൽ എത്തിക്കൊണ്ടിരിക്കണം. നല്ല മണമല്ലേ അരപ്പിന്റെ. കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് മണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അതെ. അപ്പൊ ദേ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ വാലാൻ വെക്കും കേട്ടോ, അല്ലെങ്കിൽ എണ്ണയിൽ കുടിച്ച് കിടക്കണ്ടല്ലോ, അതുകൊണ്ടാ. അതിന്റെ ഇടയിൽ ഇവിടെ വേറെ കാര്യം ചെയ്യുന്നുണ്ട്, മാമ്പഴം ചെത്തിക്കൊണ്ടിരിക്കുക. ആഹാ കേവനാണല്ലോ. അതിങ്ങനെ ഒന്ന് പൊക്കി കാണിച്ചേ വീഡിയോയുടെ നേരെ. ഒരു മീനെടുത്ത് ഇതിലേക്ക് പൊക്കി കാണിക്കുക. ആ അങ്ങനെ തന്നെ. ഫോക്കസ് കിട്ടിയില്ല. ആ ഇവനാണ് അവൻ. കൊള്ളാം. വെച്ചോ വെച്ചോ. വേണോ? വേണ്ട. ഈ ചോറും മാമ്പഴ പുളിശ്ശേരിയും മീൻ വറുത്തതും ഇത്ര ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് കേട്ടോ റിയലൈസ് ചെയ്തത്. ഈ ഇടയ്ക്ക് നമ്മുടെ കല്യാണി പണിക്കരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഈ ഒരു കോമ്പിനേഷൻ എന്ന്. ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നെങ്കിലും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നോട്ടീസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്ന് കഴിച്ചപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്തു. അപ്പോഴാണ് എനിക്കിതൊരു നല്ല കോമ്പിനേഷൻ ആണല്ലോ എന്ന് ഫീൽ ചെയ്തത്. ഈ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്തോണ്ടാണോ എന്ന് അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു മീൻ വറുത്തതിന്. നല്ലൊരു മണമൊക്കെ ആയിരുന്നു. അത് ഇതിലൂടെ കേൾപ്പിക്കാൻ, അതായത് അത് ഇതിലൂടെ അനുഭവിപ്പിക്കാൻ നിങ്ങളെ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഒപ്പം കുറച്ച് ഓണിയൻ സാലഡ് ഉണ്ടെങ്കിൽ നല്ല കുശാലായി അതിങ്ങനെ പുളിശ്ശേരിയിൽ ചേർത്ത് കുഴച്ചാൻ കഴിക്കണം. ഓ നാവില് വെള്ളം വരുന്നു.